Hi all, welcome to the new video of I Plus Training Solutions. UGC NET Mass Communication and Journalism 2025 ഡിസംബറിലെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ കഴിഞ്ഞ പാർട്ടിലെല്ലാം ഡിസ്കസ് ചെയ്തത്. അങ്ങനെ നമ്മളൊരു 6 പാർട്ട് ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ ഈ ഒരു പാർട്ടിൽ കഴിഞ്ഞ ദിവസം ക്വസ്റ്റ്യൻ നമ്പർ 115 വരെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു നോക്കിയത്. അതിൻ്റെ എക്സ്പ്ലനേഷനൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ number 116. The Murdochization of mass media did not contribute to. മർഡോക്കൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? റൂപ്പർട്ട് മർഡോക്ക് എന്ന് കേട്ടിട്ടില്ലേ? അപ്പോൾ റൂപ്പർട്ട് മർഡോക്കിന്റെ അദ്ദേഹം കൊണ്ടുവന്ന ആ ഒരു സ്റ്റൈല് എങ്ങനെയാണ് മാസ് മീഡിയയിൽ എന്തെല്ലാം അപ്ലൈ ചെയ്തു, അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ചില ഐഡിയോളജീസ് ഒക്കെ ഉണ്ട്. അപ്പൊ അതനുസരിച്ച് മാസ് മീഡിയ ഡിഡ് നോട്ട് കോൺട്രിബ്യൂട്ട് ടു, അദ്ദേഹത്തിന്റെ പെർസ്പെക്റ്റീവ്സില് അല്ലെങ്കിൽ മർഡോക്കിന്റെ മാസ് മീഡിയാസ് എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് അത് എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല എന്നതാണ് ക്വസ്റ്റ്യൻ. ഡിഡ് നോട്ട് കോൺട്രിബ്യൂട്ട് ടു കൊമേഴ്സ്യലൈസേഷൻ, ഒബ്ജക്റ്റിവിറ്റി, ഇൻഫോർടൈൻമെന്റ്, പൊളിറ്റിക്കൽ ബയാസ്. ഇതിലേതാണ് കറക്റ്റ് ആൻസർ? റൂപ്പർട്ട് മർഡോക്ക് കുറച്ചുകൂടി പ്രൈവറ്റൈസ് ചെയ്യുകയാണ് ചെയ്തത്. നമ്മളുടെ ഇന്ത്യയിലുള്ളതും മറ്റു വേൾഡിലുള്ളതുമായ നിരവധി മീഡിയ സ്ഥാപനങ്ങളെല്ലാം ഇദ്ദേഹം വാങ്ങിയെടുത്ത് ഇദ്ദേഹത്തിന്റെ കീഴിലാക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതനുസരിച്ചിട്ടുള്ള ഒരു സ്ട്രാറ്റജി കൊണ്ടുവരും. അവരുടേതായിട്ടുള്ള ഒരു പേഴ്സണൽ ഇൻട്രസ്റ്റ് ഉള്ള ഒരു സ്ട്രാറ്റജി ഈ എല്ലാ മീഡിയ സ്ഥാപനങ്ങളിലേക്കും അല്ലെങ്കിൽ അതിന്റെ ടെലികാസ്റ്റിംഗ്, ബ്രോഡ്കാസ്റ്റിംഗ് ഐഡിയയിലേക്കൊക്കെ ഇൻജെക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് ഇതില് എന്തായിരിക്കും ഒരു ആൻസർ ആയിട്ട് വരിക? കൊമേഴ്സ്യലൈസേഷന് വേണ്ടിയിട്ടാണല്ലോ ഈ ചാനലുകളൊക്കെ ഇങ്ങനെ, അല്ലാതെ ഒരു സർവീസ് എന്നുള്ള രീതിക്കൊന്നും അല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അത് കൊമേഴ്സ്യലൈസേഷന് വേണ്ടിയിട്ടുള്ളതാണ്. ഇനി ഒബ്ജക്റ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വസ്തുനിഷ്ഠപരമായിട്ടാണോ അല്ലെങ്കിൽ കുറച്ചുകൂടി ആധികാരികതയ്ക്കാണോ കൂടുതൽ ഊന്നൽ നൽകുന്നത്? ഇൻഫോർടൈൻമെന്റ് പ്രോഗ്രാംസ്, പൊളിറ്റിക്കൽ ബയാസ്. അപ്പൊ ഇതിലൊക്കെ ഏതാണ് മർഡോക്കൈസേഷൻ ഓഫ് മാസ് മീഡിയ കോൺട്രിബ്യൂട്ട് ചെയ്യാത്തത്? അപ്പൊ ഇതിന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഒബ്ജക്റ്റിവിറ്റി ആണ്. ഒബ്ജക്റ്റിവിറ്റി എന്ന് പറഞ്ഞാൽ മീഡിയ ഒബ്ജക്റ്റിവിറ്റി ഫോളോ ചെയ്യണം എന്നത് നിർബന്ധമാണ്. പക്ഷെ ഇതിൽ എന്താണ് സംഭവിക്കുന്നത്? ഇദ്ദേഹത്തിന്റെ ഒരു രീതി അനുസരിച്ച് മർഡോക്കൈസേഷൻ റെഫേഴ്സ് ടു ദ മീഡിയ പ്രാക്ടീസസ് അസോസിയേറ്റഡ് വിത്ത് റൂപ്പർട്ട് മർഡോക്സ് മീഡിയ എംപയർ വിച്ച് ഇൻക്ലൂഡ് കൊമേഴ്സ്യലൈസേഷൻ. കൊമേഴ്സ്യലൈസേഷൻ മീൻസ് പ്രയോറിറ്റൈസിങ് പ്രോഫിറ്റ് ആൻഡ് റേറ്റിംഗ്. പ്രോഫിറ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് മീഡിയ നടത്തുന്നത്. അതുപോലെ തന്നെ റേറ്റിംഗിലൊക്കെ മുന്നോട്ട് വരിക, ഇത് തന്നെയാണ് അതിൻ്റെ ഒരു എയിം. ദെൻ ഇൻഫോർടൈൻമെന്റ്, ബ്ലെൻഡിങ് ഇൻഫോർമേഷൻ ആൻഡ് എന്റർടൈൻമെന്റും ഇൻഫോർമേഷനും കൂടി ചേർന്നിട്ടുള്ള തരത്തിലുള്ള പ്രോഗ്രാംസിനൊക്കെയാണ് അവിടെ കൂടുതൽ പ്രോമിനൻസ് കൊടുക്കുന്നത്. ദെൻ പൊളിറ്റിക്കൽ ബയാസ് എന്തായാലും ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊമോട്ടിങ് സെർട്ടൈൻ പൊളിറ്റിക്കൽ അജൻഡാസ്, പലതരത്തിലുള്ള സെർട്ടൈൻ പൊളിറ്റിക്കൽ അജൻഡാസും ഇത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും സെൻസേഷണലൈസ്ഡ് ആയിട്ടുള്ള വാർത്തകൾ കൊടുക്കുക, ഒരു ന്യൂട്രൽ റിപ്പോർട്ടിംഗ് ഒന്നും അല്ല ഫോളോ ചെയ്യുന്നത്. ഇറ്റ് ഡിഡ് നോട്ട് കോൺട്രിബ്യൂട്ട് ടു ഒബ്ജക്റ്റിവിറ്റി. അതുകൊണ്ട് തന്നെ നമുക്ക് ആധികാരികത കൂടുതലുണ്ട്, അല്ലെങ്കിൽ വസ്തുനിഷ്ഠപരമായിട്ട് തന്നെയാണ്, അങ്ങനെ ഒരു കോൺട്രിബ്യൂഷൻ കൊടുക്കുന്നില്ല മീഡിയയ്ക്ക്. In fact, Murdoch style media is often criticized for bias and sensationalism rather than neutral reporting. ന്യൂട്രൽ റിപ്പോർട്ടിങ്ങിന് പകരം ഇത്തരം മർഡോക്കിന്റെ കീഴിലുള്ള മീഡിയാസ് ഒക്കെ ബയാസ്ഡ് ആയിട്ടുള്ള ന്യൂസുകളാണ് കൊടുക്കുന്നത്, സെൻസേഷണലൈസത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അങ്ങനെയാകുമ്പോഴാണല്ലോ നമുക്ക് റേറ്റിംഗ് ഒക്കെ കൂടി കിട്ടുക. റേറ്റിംഗ് കൂടിയ മീഡിയകളിലേക്കാണ് കൂടുതൽ ആഡ് വരിക. അങ്ങനെ ആഡ് വന്നു കഴിയുമ്പോൾ പ്രോഫിറ്റ് കിട്ടും. അപ്പൊ ഇതെല്ലാം കണക്റ്റഡ് ആണ്. Murdochization of mass media contributed to commercialization, then infotainment and political bias, but it did not contribute to the objectivity. Then next one, question number 117. Given below are two statements. One is labeled as assertion and the other is labeled as reason. Assertion എന്താണ് പറയുന്നത്? Many public broadcasters such as
BBC and South Africa's SABC have launched corporate for profit terms in order to fund their public initiatives. ഇവരുടെ ഫണ്ടൊക്കെ എല്ലാ ഒരു സ്ഥാപനങ്ങൾ, ഏതൊരു മീഡിയ സ്ഥാപനമായാലും ആദ്യമേ നമ്മൾ പറഞ്ഞു അതൊരു സർവീസ് ഓറിയന്റഡ് ഒന്നും അല്ല, എല്ലാവരും തന്നെ പ്രോഫിറ്റിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ BBC-യും സൗത്ത് ആഫ്രിക്കൻ SABC-യും ഉൾപ്പെടെ പല കോർപ്പറേറ്റ് സ്ഥാപനങ്ങളും പ്രോഫിറ്റ് എന്നുള്ള ആ ഒരു ലാഭേച്ഛയ്ക്ക് വേണ്ടിയിട്ട് ഇൻ ഓർഡർ ടു ഫണ്ട് ദയ പബ്ലിക് ഇനീഷ്യേറ്റീവ്സ്, പബ്ലിക്കിലേക്ക് കുറെ ഫണ്ട് കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ അവരുടെ ഷെയർ ഒക്കെ കൂടുതൽ പബ്ലിക്കബിൾ ആക്കി മാറ്റുകയാണ്. പബ്ലിക്കിന് കൂടുതലായിട്ട് ഷെയർ വാങ്ങിക്കാനുള്ള അവസരമൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നു. അത് കറക്റ്റാണ്, ആ ഒരു അസർഷൻ കറക്റ്റാണ്. ഇനി എന്തുകൊണ്ടാണ് അതിന്റെ റീസൺ എന്താണെന്ന് നോക്കാം. State controlled media operations are moving from a propaganda oriented model to an audience centered corporate model. എന്ന് പറഞ്ഞാല് സ്റ്റേറ്റിന്റെ കീഴില് സ്റ്റേറ്റ് ആണ് കൺട്രോൾ ചെയ്യുന്നത് മീഡിയയുടെ ഓപ്പറേഷൻസ് ഒക്കെ, എങ്കിൽ കൂടിയും അവര് ആ ഒരു പ്രൊപ്പഗാൻഡ ഓറിയന്റഡ് മോഡൽ എന്നുള്ളതിൽ നിന്നും നമ്മൾ ഇങ്ങനെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാം പ്രചരിപ്പിക്കുക, അല്ലെങ്കിൽ ഗവൺമെന്റ് ന്യൂസുകൾ പ്രചരിപ്പിക്കുക, അങ്ങനെയുള്ളത് മാത്രമല്ല അവരുടെ ഒരു രീതി. അവര് അതിൽ നിന്നൊക്കെ മാറി എങ്ങനെയായിട്ടുണ്ട്, മൂവിങ് ഫ്രം propaganda oriented model to an audience centered corporate model. audience centered corporate model എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഡിയൻസിന് കൂടുതൽ പ്രാമുഖ്യം കൊടുത്തുകൊണ്ട് ഓഡിയൻസ് താല്പര്യപ്പെടുന്ന പ്രോഗ്രാംസ് എന്തൊക്കെയാണോ അത്തരത്തിലുള്ള രീതിയിലേക്ക് മാറുന്നതിന് അവർക്ക് ഇതൊരു കോർപ്പറേറ്റ് മോഡലിലുള്ള ഒരു ഫേം ആയിട്ട് അല്ലെങ്കിൽ ഒരു മീഡിയ ഫേം ആയിട്ട് നിലനിൽക്കേണ്ടത് അത്യാവശ്യമാണ്. ഫുൾ സ്റ്റേറ്റ് കൺട്രോളിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങനെ ഇൻഫോർടൈൻമെന്റ് പ്രോഗ്രാമിനോ അല്ലെങ്കിൽ ഓഡിയൻസ് സെന്റേഡ് ആയിട്ടുള്ള പ്രോഗ്രാംസിനോ ഒന്നും ഇമ്പോർട്ടൻസ് കൊടുക്കാതെ മുന്നോട്ട് പോകേണ്ടി വരും. അപ്പൊ അവരൊക്കെ ഒരു പ്രൊപ്പഗാൻഡ ഓറിയന്റഡ് മോഡലിൽ നിന്നും ഓഡിയൻസ് സെന്റേഡ് കോർപ്പറേറ്റ് മോഡലിലേക്ക് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അവരങ്ങനെ ചേഞ്ച് ചെയ്യുന്നതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്, ഒരു കോർപ്പറേറ്റ് ഫോർ പ്രോഫിറ്റ് ആംസിന് വേണ്ടിയിട്ട്. അപ്പൊ ഈ പറയുന്ന പോലെ അസർഷനും റീസണും എല്ലാം കറക്റ്റ് ആയിട്ടുള്ളത് ശരിയാണ്. അസർഷന്റെ റീസൺ തന്നെയാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ ഓപ്ഷൻസിൽ ഇതിന്റെ കറക്റ്റ് ഓപ്ഷൻ ആയിട്ട് വരുമ്പോ ഇതിന്റെ അസർഷനും ട്രൂ ആണ്, റീസൺ ഓൾസോ ട്രൂ. സോ ആൻസർ ഈസ് ബോത്ത് അസർഷൻ ആൻഡ് റീസൺ ആർ ട്രൂ ആൻഡ് ആർ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ അസർഷൻ. Question number 18. The research approach, which is based on the assumption that social phenomena can be explained by observing cause and effect, is positivism, interpretivism, hermeneutics, subjectivism. ഇതിൽ എന്താണ് പറയുന്നത്, ഒരു സോഷ്യൽ ഫിനമിനനെ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു സാമൂഹിക പ്രതിഭാസത്തെ നമ്മൾ ഒബ്സർവ് ചെയ്തുകൊണ്ട് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാണ്. നമ്മളതിനെ എക്സ്പ്ലെയിൻ ചെയ്യുക. ആദ്യം നമ്മൾ ആ ഒരു സോഷ്യൽ ഫിനമിനനെ അതിന്റെ കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ് നോക്കിക്കൊണ്ട് നമ്മളുടെ മനസ്സിലുള്ള ആ ഒരു അസംഷനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ സ്വീകരിക്കുന്ന ആ ഒരു റിസർച്ച് അപ്രോച്ചിനെ എങ്ങനെയാണ് പറയുന്നത്, അല്ലെങ്കിൽ അതിനെ ആ ഒരു റിസർച്ച് അപ്രോച്ച് എന്താണ്. നമുക്കൊരു കാര്യം, ആ ഒരു സോഷ്യൽ ഫിനമിനനെ കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ്, കോസ് ആൻഡ് എഫക്റ്റ് നോക്കിക്കൊണ്ട് അതിനെ ഒബ്സർവ് ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്യണം. അപ്പൊ ആ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ആ ഒരു സോഷ്യൽ ഫിനമിനനെ സംബന്ധിച്ച് നമ്മളുടെ മനസ്സിൽ ഒരു അസംഷൻ ഉണ്ട്. ആ ഒരു അസംഷനെ, ആ ഒരു അനുമാനത്തിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഒരു റിസർച്ച് അപ്രോച്ച് ചെയ്യുക. അത് ഏത് തരത്തിലുള്ളതായിരിക്കും, പോസിറ്റിവിസം ആണോ, ഇന്റർപ്രറ്റിവിസം ആണോ, ഹെർമെന്യൂട്ടിക്സ് ആണോ, സബ്ജക്റ്റിവിസം ആണോ, അതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇതിന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഫസ്റ്റ് വൺ പോസിറ്റിവിസം ആണ്. ഇനി എന്തുകൊണ്ട് പോസിറ്റിവിസം ആൻസർ ആകുന്നു കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പില്, അതാണ് നമുക്ക് നോക്കുന്നത്. The research approach based on the assumption that social phenomena can be explained by observing cause and effect is positivism. നമ്മളപ്പോ എന്താണ് പറഞ്ഞു വന്നത്, കോസ് ആൻഡ് എഫക്റ്റിനെ ഒബ്സർവ് ചെയ്തുകൊണ്ട്
അതിൻ്റെ ഏതെങ്കിലും ഒരു സോഷ്യൽ ഫിനോമിനയെ എക്സ്പ്ലെയിൻ ചെയ്യാമെന്നുള്ള ആ ഒരു അസംഷനെ ബേസ് ചെയ്തുകൊണ്ട് ഉള്ള റിസർച്ച് അപ്രോച്ചിനെ നമുക്ക് പോസിറ്റിവിസം എന്ന് വിളിക്കാം. Positivism assumes that social phenomena behave according to general laws similar to natural science. ആ പോസിറ്റിവിസം എന്താണ് അസ്യൂം ചെയ്യുന്നത്? സോഷ്യൽ ഫിനോമിന എന്ന് പറയുമ്പോൾ അത് ഒരു ജനറൽ ലോയുടെ ബേസിലായിരിക്കും, ഏതാണ്ട് അതൊരു നാച്ചുറൽ സയൻസിന് സിമിലർ ആയിരിക്കും എന്നാണ് പോസിറ്റിവിസം വിചാരിക്കുന്നത്. ഇറ്റ് എംഫസൈസസ് ഒബ്സർവേഷൻ. ഇതിൽ കൂടുതലും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഒബ്സർവേഷന് വേണ്ടിയിട്ടാണ്, മെഷർമെന്റിനും ആൻഡ് ദ കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പും. അപ്പൊ ഇതിനൊക്കെ ഈ പോസിറ്റിവിസത്തിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഒബ്സർവേഷൻ, മെഷർമെന്റ് ആൻഡ് ദ കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ്. അപ്പൊ ഇതിൽ ഇതെല്ലാം നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട് അല്ലേ? ഈ ഒരു ക്വസ്റ്റ്യനിൽ പറയുന്നത് അനുസരിച്ച് കോസ് ആൻഡ് എഫക്റ്റ് എന്താണെന്നാണ് നോക്കുന്നത്, ഇതിനെ ഒബ്സർവ് ചെയ്യുന്നുമുണ്ട്. Researchers using this approach rely on quantitative method to test hypothesis. ഒരു ടെസ്റ്റ് ചെയ്യുമ്പോൾ അതിന്റെ ഹൈപ്പോത്തിസിസിനെ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഇതിൽ ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡാണ് റിസർച്ചേഴ്സ് ഈ ഒരു അപ്രോച്ചിൽ, ഈ പോസിറ്റിവിസം എന്നുള്ള ആ ഒരു അപ്രോച്ചിൽ, റിസർച്ച് അപ്രോച്ചിൽ യൂസ് ചെയ്യുന്നത് ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സ് ആണ്. Question number 119. Match the list with author and book. E.S. Turner. E.S. Turner എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിൽ ഓടി വന്നോളണം അത് നമ്മളുടെ അഡ്വർടൈസിംഗ് ആയിട്ട് ബന്ധപ്പെട്ട ബുക്കായിരിക്കും എന്നുള്ള കാര്യം. ദെൻ ജൂഡിത്ത് വില്യംസൺ, സുബ്രത സെൻഗുപ്ത, എസ് ചുനാവാല. ഈ ഓതേഴ്സിനെ നമ്മൾ അവരുടെ ബുക്സ് ആയിട്ടാണ് മാച്ച് ചെയ്യേണ്ടത്. ബുക്സ് 1, ബ്രാൻഡ് പൊസിഷനിങ്, സ്ട്രാറ്റജീസ് ഫോർ കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ്, ഡീകോഡിംഗ് അഡ്വർടൈസ്മെന്റ്സ്, അഡ്വർടൈസിംഗ് ആൻഡ് സെയിൽസ് മാനേജ്മെന്റ്, ദ ഷോക്കിംഗ് ഹിസ്റ്ററി ഓഫ് അഡ്വർടൈസിംഗ്. ഈ ഷോക്കിംഗ് ഹിസ്റ്ററി ഓഫ് അഡ്വർടൈസിംഗ് എന്ന് പറയുന്നത് പലവട്ടം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു ബുക്കാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് ഇതിനെ മാച്ച് ചെയ്യാം. E.S. ടർണർ എന്ന് പറയുന്നത് ഷോക്കിംഗ് ഹിസ്റ്ററി ഓഫ് അഡ്വർടൈസിംഗിന്റെ ഓതറാണ്. ദെൻ നെക്സ്റ്റ് ജൂഡിത്ത് വില്യംസന്റെ ബുക്ക് ആണ് ഡീകോഡിംഗ് അഡ്വർടൈസ്മെന്റ്സ്. ദെൻ സുബ്രത സെൻഗുപ്ത ബ്രാൻഡ് പൊസിഷനിങ്, സ്ട്രാറ്റജീസ് ഫോർ കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജിന്റെ ഓതറാണ് സുബ്രത സെൻഗുപ്ത. ദെൻ എസ് ചുനാവാലയുടെ ബുക്കാണ് അഡ്വർടൈസിംഗ് ആൻഡ് സെയിൽസ് മാനേജ്മെന്റ്. ഈ എസ് ചുനാവാലയുടെ ബുക്കും അഡ്വർടൈസിംഗ് ആൻഡ് സെയിൽസ് മാനേജ്മെന്റും E.S. ടർണറിന്റെ ഷോക്കിംഗ് ഹിസ്റ്ററി ഓഫ് അഡ്വർടൈസിംഗും ഒക്കെ നമ്മൾ പലവട്ടം PYQസിലൊക്കെ കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ബാക്കി 2 പേരുകളാണ് കുറച്ച് ഫ്രഷ് ആയിട്ട് ഇതിലുള്ളത്. ഇനി ഇതിന്റെ മാച്ചിങ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 3 ആണ്. ഓപ്ഷൻ ഒന്നുകൂടി നോക്കാം. E.S. ടർണർ ഷോക്കിംഗ് ഹിസ്റ്ററി ഓഫ് അഡ്വർടൈസിംഗ്, ജൂഡിത്ത് വില്യംസൺ ഡീകോഡിംഗ് അഡ്വർടൈസ്മെന്റ്സ്, സുബ്രത സെൻഗുപ്ത ബ്രാൻഡ് പൊസിഷനിങ്, സ്ട്രാറ്റജീസ് ഫോർ കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ്, എസ് ചുനാവാല അഡ്വർടൈസിംഗ് ആൻഡ് സെയിൽസ് മാനേജ്മെന്റ്. നെക്സ്റ്റ് വൺ, which feature is not correct about lens filter? ലെൻസിന്റെ ഫിൽറ്ററുമായിട്ട് ബന്ധപ്പെട്ട് തന്നിട്ടുള്ള ലെൻസിന്റെ ഫിൽറ്ററിന്റെ ഫീച്ചേഴ്സ് ആണ് തന്നിട്ടുള്ളത്. അതിൽ കറക്റ്റ് അല്ലാത്തതിനെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇറ്റ് ക്യാൻ ഇംപ്രൂവ് ഇമേജ് കോൺട്രാസ്റ്റ് ബട്ട് കനോട്ട് കട്ട് ത്രൂ ഹേസ് ഓൺ ലൊക്കേഷൻ. ഇതില് ഇറ്റ് ക്യാൻ ഇംപ്രൂവ് ദ ഇമേജ് കോൺട്രാസ്റ്റ്. ഇമേജിന്റെ കോൺട്രാസ്റ്റിനെ ഇതിന് ഇംപ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. ബട്ട് കനോട്ട് കട്ട് ത്രൂ ഹെയ്സ് ഓൺ ലൊക്കേഷൻ. ലൊക്കേഷനിലെ ആ ഒരു ഹെയ്സിനെ കട്ട് ചെയ്യാനായിട്ട് പറ്റില്ല. ഇറ്റ് റെഡ്യൂസസ് ദ ഓവറോൾ ഇമേജ് കോൺട്രാസ്റ്റ്. ഇമേജ് കോൺട്രാസ്റ്റിനെ മൊത്തത്തിൽ റെഡ്യൂസ് ചെയ്യാം, ഓവറോൾ ആയിട്ട് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഇറ്റ് ഡിസ്റ്റോർട്ട്സ് ദ ഇമേജ് ഇൻ വേരിയസ് വേസ്. ഇത് ഡിസ്റ്റോർട്ട് ദ ഇമേജിനെ നമുക്ക് ഡിസ്റ്റോർട്ട് ചെയ്യാം, മാറ്റി മറിക്കാം വേരിയസ് വേസിൽ. ഇറ്റ് മേക്സ് ദ ഇമേജ് സോഫ്റ്റ്. ഇത് ഇമേജിനെ സോഫ്റ്റ് ആക്കി മാറ്റുന്നു. അപ്പൊ ഇതില് 3 എന്തായാലും കറക്റ്റ് ഫീച്ചർ ആയിരിക്കും, 1 കറക്റ്റ് ഫീച്ചർ അല്ലാത്തത്. അത് ഏതാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഇതിന്റെ ആൻസർ ഇതാണ്. ഫസ്റ്റ് 1 ആണ് ഇതിന്റെ ആൻസർ. ബാക്കിയെല്ലാം
ഇതിന്റെ കറക്റ്റ് ആണ്. ഒരു ലെൻസ് ഫിൽറ്ററിന്റെ ഫീച്ചർ എന്ന് പറയുമ്പോൾ അതിന് ഓവറോൾ ഇമേജിന്റെ കോൺട്രാസ്റ്റിനെ റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഇറ്റ് ഡിസ്റ്റോർട്ട് ദ ഇമേജ് ഇൻ വേരിയസ് വേസ്, പലതരത്തിൽ അതിനെ ആ ഇമേജിനെ ഡിസ്റ്റോർട്ട് ചെയ്യാം. ഇറ്റ് മേക്സ് ദ ഇമേജസ് സോഫ്റ്റ്. ദെൻ എന്തുകൊണ്ടാണ് അത് റോങ് ആൻസർ ആവുന്നതെന്ന് നോക്കാം. ലെൻസ് ഫിൽറ്റേഴ്സ് ആർ pieces of glass or plastic you put in front of the camera lens. They can improve contrast, reduce haze, reduce haze. That means ഇപ്പൊ ഇതിൽ എന്താ പറയുന്നത്, ഇതിന് ലൊക്കേഷനിലെ ഹെയ്സിനെ ഒന്നും കോൺട്രാസ്റ്റ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് പറ്റും, പക്ഷെ റെഡ്യൂസ് ഹെയ്സ്, ലൊക്കേഷനിലെ ഹെയ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന ലൊക്കേഷനിൽ ഫോഗ് ഉണ്ട് അല്ലെങ്കിൽ ഡസ്റ്റ് ഉണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ അതിനെ റെഡ്യൂസ് ചെയ്യാനായിട്ട് ഇതിന് പറ്റില്ല എന്നുള്ള രീതിയിലാണ് അതിൻ്റെ ഒരു ഫീച്ചറായിട്ട് കൊടുത്തിട്ടുള്ളത്. പക്ഷെ ആക്ച്വലി എന്താണ് സംഭവിക്കുന്നത്, നമുക്ക് ഒരു ലെൻസ് ഫിൽറ്റർ ആ പീസസ് ഓഫ് ഗ്ലാസ് ഓർ പ്ലാസ്റ്റിക് യു പുട്ട് ഓൺ ഫ്രണ്ട് ഓഫ് ദ ക്യാമറ ലെൻസ്, ക്യാമറ ലെൻസിന്റെ ഫ്രണ്ടിൽ ഒരു ഗ്ലാസ് പീസോ പ്ലാസ്റ്റിക്കോ ഒക്കെ വെച്ച് കവർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ദേ ക്യാൻ ഇംപ്രൂവ് ദ കോൺട്രാസ്റ്റ്. നമുക്ക് അങ്ങനെ വെച്ചിട്ട് നമുക്കിതിനെ ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ആ റെഡ്യൂസ് ഹെയ്സും ഫോഗും ഒക്കെ ഇതിൽ പറ്റാതെ നോക്കാനൊക്കെ ആയിട്ട് പറ്റും. ഇമേജിനെ സോഫ്റ്റ് ആക്കി മാറ്റാം, ഇതിനെ കോൺട്രാസ്റ്റ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ക്രിയേറ്റ് കളർ ഓർ സ്പെഷ്യൽ എഫക്റ്റ് ഒക്കെ നമുക്ക് കൊടുക്കാം. അതുകൊണ്ട് ഈ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത് ഇറ്റ് ക്യാൻ ഇംപ്രൂവ് ഇമേജ് കോൺട്രാസ്റ്റ് ബട്ട് കനോട്ട് കട്ട് ത്രൂ ഹേസ് എന്നാണ്. അത് റോങ് ആണ്. ബിക്കോസ് filters like UV or haze filters actually do remove haze. ഇങ്ങനെയുള്ള ഫിൽറ്റേഴ്സ് ഒക്കെ ഉണ്ട്, അത്തരത്തിൽ UV ഫിൽറ്റേഴ്സും ഹേസ് ഫിൽറ്റേഴ്സ് ഒക്കെ ഉണ്ട്. അതൊക്കെ യൂസ് ചെയ്യുന്നത് ഇതുപോലുള്ള ഫോഗ് അല്ലെങ്കിൽ ഡസ്റ്റ് അതിനെയൊക്കെ റിമൂവ് ചെയ്തുകൊണ്ട് തന്നെ ഷൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ലെൻസ് ഫിൽറ്റേഴ്സ് ക്യാൻ കട്ട് ത്രൂ ഹേസ്, സോ ദാറ്റ് ദ സ്റ്റേറ്റ്മെന്റ് ഈസ് ഇൻകറക്റ്റ്. ഹേസിനെ കട്ട് ചെയ്യാനായിട്ട് ലെൻസ് ഫിൽറ്റേഴ്സിന് സാധിക്കും, അതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണ്. ബാക്കി മൂന്നും കറക്റ്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 121. വാട്ട് ഈസ് ദ ചീഫ് അഡ്വാൻറ്റേജ് ഓഫ് പ്ലാനിങ് വീഡിയോ പ്രോജക്ട്സ് വിത്ത് ആസ്പെക്ട് ടു എഫക്റ്റ് ടു കോസ് അപ്രോച്ച്? നമ്മളൊരു വീഡിയോ പ്രോജക്റ്റ് പ്ലാൻ ചെയ്യുകയാണ്. അതിൻ്റെ ഒരു ചീഫ് അഡ്വാൻറ്റേജ് ഓഫ് പ്ലാനിങ് വീഡിയോ പ്രോജക്ട്സ് വിത്ത് റെസ്പെക്ട് ടു എഫക്റ്റ് ടു കോസ് അപ്രോച്ച്. കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പ് ഒരു ക്വസ്റ്റ്യൻ കണ്ടതാണ്. അപ്പൊ ഇതിലും എങ്ങനെയാണ് അതിൻ്റെ ഒരു അപ്രോച്ച് വരുന്നത്, അതിൻ്റെ ചീഫ് അഡ്വാൻറ്റേജ് എന്തായിരിക്കും എന്നാണ്. നമ്മളൊരു വീഡിയോ പ്രോജക്റ്റിനെ പ്ലാൻ ചെയ്യുന്നു. അപ്പോൾ അതിനെ ഒരു കോസ് ആൻഡ് എഫക്റ്റ് അപ്രോച്ചോട് കൂടിയിട്ട് ആ ഒരു റിസർച്ചിനെ സമീപിക്കുമ്പോൾ അതിൻ്റെ ചീഫ് അഡ്വാൻറ്റേജ് എന്താണ്? ഇറ്റ് ഇഗ്നോർസ് ദ ഇൻറ്റൻഡഡ് ഓഡിയൻസ് ഔട്ട്കം. ഇറ്റ് എംഫസൈസസ് ഷൂട്ടിംഗ് ക്രോണോളജി. ഇറ്റ് സ്റ്റാർട്ട് ബൈ എൻവിഷനിങ് ദ എൻഡ് റിസൾട്ട്, then work backward to determine all workflow requirements. It start with the arrangements of a budget for the production. ഇതിൽ കുറച്ച് അധികം കാര്യങ്ങൾ 4 കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. അപ്പൊ അതില് ചീഫ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് മെയിൻലി നമുക്ക് ഒരു വീഡിയോ പ്രോജക്റ്റിന് നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ ഇറ്റ് സ്റ്റാർട്ട് ബൈ എൻവിഷനിങ് ദ എൻഡ് റിസൾട്ട്. ആദ്യമേ നമുക്കൊരു ധാരണ ഉണ്ടായിരിക്കണം ഇതിന്റെ അവസാനം നമുക്ക് കിട്ടേണ്ട റിസൾട്ട് എങ്ങനെ ആയിരിക്കണം എന്നത്. ദെൻ വർക്ക് ബാക്ക്വേർഡ് ടു ഡിറ്റർമൈൻ ഓൾ വർക്ക് ഫോൾ റിക്വയർമെന്റ്സ്. അങ്ങനെ ആവുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുക, ആ വർക്ക് നമ്മളുടെ മനസ്സിലുള്ള രീതിയിലേക്ക് എൻ്റെ റിസൾട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് എല്ലാ തരത്തിലുള്ള വർക്ക് ഫ്ലോ റിക്വയർമെന്റ്സും നമ്മൾ അതിലേക്ക് കൊണ്ടുവരും, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാനായിട്ടൊക്കെ എല്ലാം സെറ്റ് ചെയ്യുന്നു. അപ്പോൾ അതാണ് ഇതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ചീഫ് അഡ്വാൻറ്റേജ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിൽ പറയുന്നത് ഇറ്റ് സ്റ്റാർട്ട് ബൈ എൻവിഷനിങ് ദ എൻഡ് റിസൾട്ട്, ദെൻ വർക്ക് ബാക്ക്വേർഡ് ടു ഡിറ്റർമൈൻ ഓൾ വർക്ക് ഫ്ലോ റിക്വയർമെന്റ്സ്. ദ എഫക്റ്റ് ടു കോസ് അപ്രോച്ച്, ഓൾസോ കോൾഡ് backward planning, in video production means you first decide what you want the final video to achieve, the effect or outcome.
Then you plan all steps, shots, script and workflow needed to reach that goal. ഇതിൽ ഈ എഫക്റ്റ് ടു കോസ് അപ്രോച്ച് എന്ന് പറയുമ്പോൾ അതിനെ പറയുന്നത് ബാക്ക്വേർഡ് പ്ലാനിങ് എന്നാണ്. ബാക്ക്വേർഡ് പ്ലാനിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യമേ നമ്മുടെ മനസ്സിലുണ്ട് എൻ്റെ റിസൾട്ട് ഇതായിരിക്കണം എന്നുള്ളത്. ആ ഒരു എൻ്റെ റിസൾട്ട് കിട്ടണമെങ്കിൽ നമ്മൾ അതിന് മുമ്പായിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു പോകണം, അതിൻ്റെ ബാക്കിലേക്കുള്ള കാര്യങ്ങൾ ഓരോന്നും കറക്റ്റ് ആക്കി വെച്ചാലാണ് ആ എൻ്റെ റിസൾട്ട് നമ്മളുടെ മൈൻഡിലുള്ള പോലെ കിട്ടുകയുള്ളൂ, നമ്മുടെ ഒരു ഇമാജിൻ ചെയ്ത പോലെ കിട്ടുകയുള്ളൂ. അതിന് വേണ്ടിയിട്ട് then you plan all steps, shots, script and workflow needed to reach that goal. This ensures the project stays focused on its purpose rather than just shooting footage without a clear objective. വെറുതെ പോയിട്ട് എന്തെങ്കിലും ഷൂട്ട് ചെയ്ത് കുറെ ഫൂട്ടേജ് ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. ഒരു ക്ലിയർ ഒബ്ജക്റ്റീവ് ഇല്ലാതെ നമ്മൾ പോയി കഴിഞ്ഞാൽ അത് വേസ്റ്റ് ആവും. അപ്പോൾ ഒരു പ്ലാനിങ് ചെയ്യുമ്പോൾ ഇതെല്ലാം കാര്യങ്ങളും നമ്മളുടെ മനസ്സിൽ വേണം. എഫക്റ്റ് ടു കോസ്. Chief advantage of the effective to cause approach in planning video project is that it starts by envisioning the end result and then work backward to determine all workflow requirements. Next one, according to the handbook of PR by Robert Heath, arrange the evolving role models of public relation in sequential order, beginning from the earliest. ഇത് കുറച്ച് പബ്ലിക് റിലേഷൻ മോഡൽസ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ആ മോഡലിനെ അക്കോർഡിംഗ് ടു ദ ഹാൻഡ് ഓഫ് പി ആർ, ഹാൻഡ് ഓഫ് പി ആർ എന്ന ബുക്കിൽ അതിന്റെ ഓതർ ആയിട്ടുള്ള റോബർട്ട് ഹീത്ത് പറഞ്ഞിട്ടുള്ള അതനുസരിച്ച് അറേഞ്ച് ദ ഇവോൾവ് റോൾ മോഡൽസ് ഓഫ് പബ്ലിക് റിലേഷൻ, ഓരോ റോൾ മോഡലും ഇവോൾവ് ചെയ്ത് വന്നതിനെ സീക്വൻഷ്യൽ ഓർഡറിലേക്ക് ക്രിയേറ്റ് ചെയ്യാം. പബ്ലിക് ഇൻഫോർമേഷൻ മോഡൽ, പബ്ലിസിറ്റി മോഡൽ, റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് മോഡൽ, പ്രസ് ഏജൻട്രി മോഡൽ, ഓർഗനൈസേഷണൽ പൊസിഷനിങ്. ഇതെല്ലാം പബ്ലിക് റിലേഷന്റെ ആ ഒരു ക്ലാസ്സുകളിൽ ഡീറ്റെയിൽ ആയിട്ട് കണ്ടുപോയിട്ടുള്ളതാണ് ഈ ഒരു മോഡൽസ് ഒക്കെ. നമുക്ക് നോക്കാം അതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുമ്പോൾ ക്രോണോളജിക്കലി ഇതിനെ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ 4th വൺ ആണ് ഇതിന്റെ കറക്റ്റ് ഓർഡർ ആയിട്ട് വരുന്നത്. അതിൽ പറയുന്നത് ഫസ്റ്റ് പ്രസ് ഏജൻട്രി മോഡൽ, അതാണ് ഫസ്റ്റ് വരുന്നത്. ഇതാണ് ഏർലിയസ്റ്റ് ഫോം ഓഫ് പബ്ലിക് റിലേഷൻ. അതിന്റെ മെയിൻ എയിം എന്ന് പറയുന്നത് ക്രിയേറ്റ് അറ്റൻഷൻ ആൻഡ് ഹൈപ്പ്. പെട്ടെന്ന് തന്നെ നമുക്ക് അറ്റൻഷൻ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ ഒരു മോഡലാണ് യൂസ് ചെയ്യുന്നത്. പ്രസ് ഏജൻട്രി മോഡൽ, ഇറ്റ് ഈസ് ദ ഏർലിയസ്റ്റ് ഫോം ഓഫ് പബ്ലിക് റിലേഷൻ. ആൻഡ് നെക്സ്റ്റ് വൺ പബ്ലിസിറ്റി. ഓക്കെ, നെക്സ്റ്റ് വൺ പബ്ലിസിറ്റി മോഡൽ. അപ്പൊ ഇത് പറയുന്നത് പ്രസ് ഏജൻട്രി മോഡൽ എന്ന് പറയുമ്പോൾ അത് പ്രൊപ്പഗാൻഡയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ യൂസ്ഡ് എക്സാജറേഷന് വേണ്ടിയിട്ടൊക്കെയാണ് യൂസ് ചെയ്യുക. എന്ന് പറഞ്ഞാൽ എന്ത് കാര്യവും എക്സാജറേറ്റ് ചെയ്ത് പറയുമ്പോഴാണല്ലോ പെട്ടെന്നുള്ള അറ്റൻഷൻ കിട്ടുകയും ഹൈപ്പ് കിട്ടുകയൊക്കെ ചെയ്യുന്നത്. അപ്പൊ പ്രസ് ഏജൻട്രി മോഡലാണ് പബ്ലിക് റിലേഷന് വേണ്ടിയിട്ട് ആദ്യമേ യൂസ് ചെയ്യാൻ തുടങ്ങിയത്. ഇതൊരു വൺ വേ കമ്മ്യൂണിക്കേഷൻ ആണ്. എന്ന് പറഞ്ഞാൽ ഓർഗനൈസേഷൻസ് ഫോളോ ചെയ്ത ഒരു കമ്മ്യൂണിക്കേഷൻ മോഡലാണിത്, ഓർഗനൈസേഷൻ ടു പബ്ലിക്. ദെൻ എക്സാമ്പിൾ ഏർലി പബ്ലിസിറ്റി സ്റ്റണ്ട് ബൈ പി.ടി. ബാർണം. പി.ടി. ബാർണത്തിന്റെ ഏർലി പബ്ലിസിറ്റി സ്റ്റണ്ടിന്റെ പബ്ലിസിറ്റി സ്റ്റണ്ട് എന്നുള്ള ഒരു കോൺസെപ്റ്റിൽ ഇത് പറയുന്നുണ്ട്. ദെൻ പബ്ലിസിറ്റി മോഡൽ, സെക്കൻഡ് വൺ ആണ് പബ്ലിസിറ്റി മോഡൽ. ഇതിൽ എന്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? ഗെറ്റിംഗ് മീഡിയ കവറേജ്. നമ്മൾ എന്ത് ചെയ്താലും അതിന് മീഡിയ കവറേജ് കിട്ടണം എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഇത് പോകുന്നത്. മറ്റേതെന്ന് പറഞ്ഞാൽ വൺ വേ കമ്മ്യൂണിക്കേഷൻ ആണ്, നേരെ ഓർഗനൈസേഷൻ ടു പബ്ലിക്കിലേക്കാണ് കമ്മ്യൂണിക്കേഷൻ പോകുന്നത്. അല്ലെങ്കിൽ പബ്ലിക് റിലേഷന്റെ ആ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഓർഗനൈസേഷൻ ടു പബ്ലിക് ആണ്. ഇൻ ദ കേസ് ഓഫ് പബ്ലിസിറ്റി മോഡൽ, ഗെറ്റിംഗ് മോർ മീഡിയ കവറേജ്. Organization try to gain public attention through news and media. ന്യൂസിലൂടെയും മീഡിയ നൽകുന്ന ഹൈപ്പിലൂടെയും ഒക്കെ ശ്രദ്ധ നേടിയെടുക്കുക എന്നുള്ളതാണ് ഈ പബ്ലിസിറ്റി മോഡലിന്റെ ഉദ്ദേശം. അതുകൊണ്ട് തന്നെ ഇതൊരു വൺ വേ കമ്മ്യൂണിക്കേഷൻ തന്നെയാണ്. കാരണം മീഡിയ വഴിയിട്ട് നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ വേ കമ്മ്യൂണിക്കേഷൻ ആണല്ലോ. അപ്പോൾ ഇതിൽ നമ്മൾ മറ്റേതിലാണെങ്കിൽ കാര്യങ്ങളെ ഒന്ന് എക്സാജറേറ്റ് ചെയ്ത് പബ്ലിക്കിന്റെ ഇടയിലേക്ക് കൊടുത്താൽ മതി. പക്ഷേ ഇതിൽ എക്സാജറേഷൻ്റെ ഒന്നും ആവശ്യമില്ല. മീഡിയ ഹാൻഡിൽ ചെയ്ത് അതിന് അറ്റൻഷൻ കിട്ടുന്നു, അറ്റൻഷനിലേക്ക് കൊണ്ടുവരുന്നു, അതാണ് ഇവിടെ ചെയ്യുന്നത്. സോ
ഇവിടെ ഓർഗനൈസേഷൻ ട്രൈ ടു ഗെയിൻ മീഡിയ അറ്റൻഷൻ ത്രൂ ന്യൂസ് ആൻഡ് മീഡിയ. ഇതും വൺ വേ ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. ദെൻ പബ്ലിക് ഇൻഫോർമേഷൻ മോഡൽ. പബ്ലിക് ഇൻഫോർമേഷൻ മോഡൽ എന്ന് പറയുമ്പോൾ ഓർഗനൈസേഷൻ ബിഗിൻ ടു പ്രൊവൈഡ് ആക്യുറേറ്റ് ആൻഡ് ട്രൂത്ത്ഫുൾ ഇൻഫോർമേഷൻ ടു ദ പബ്ലിക്. ഇത് ഓർഗനൈസേഷൻ പബ്ലിക്കിന് കൊടുക്കുന്നത് വളരെ ആക്യുറേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ട്രൂത്ത്ഫുൾ ആയിട്ടുള്ള ഇൻഫോർമേഷൻ തന്നെയാണ്. മോസ്റ്റ്ലി യൂസ്ഡ് ബൈ ഗവൺമെന്റ് ആൻഡ് പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇത് പ്രൈവറ്റുകാരല്ല എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിന്റെ ന്യൂസ്. നമ്മളുടെ ഇപ്പോൾ നമ്മളുടെ നാട്ടിലെ കാര്യം എടുക്കുകയാണെങ്കിൽ കേരള ഗവൺമെന്റുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന എന്തൊരു ന്യൂസും PRD ഡിപ്പാർട്ട്മെന്റ് പബ്ലിഷ് ചെയ്യുന്ന ഏതൊരു ന്യൂസും എല്ലാ ചാനലിലൂടെയും എല്ലാ പത്രത്തിലൂടെയും പബ്ലിഷ് ചെയ്യും അല്ലെങ്കിൽ ചെയ്യണം, അത് നിർബന്ധമാണ്. അപ്പോൾ അതിനായിട്ടൊരു സ്പേസ് അവിടെ നീക്കി വെക്കുകയും വേണം. സ്റ്റിൽ വൺ വേ കമ്മ്യൂണിക്കേഷൻ ബട്ട് മോർ എത്തിക്കൽ. ഇത് വൺ വേ കമ്മ്യൂണിക്കേഷൻ ആണ്, ബട്ട് കൂടുതൽ എത്തിക്കലാണ്. എത്തിക്കലാണ് ഈ ഒരു കമ്മ്യൂണിക്കേഷൻ. ഇത് ഐവി ലീയുടെ ഒരു കോൺസെപ്റ്റ് ആണ്, വർക്ക് ഓഫ് ഐവി ലീ. ദെൻ ഓർഗനൈസേഷണൽ പൊസിഷൻ. PR ബിക്കം സ്ട്രാറ്റജിക്. ഓർഗനൈസേഷണൽ പൊസിഷനിങ് എന്ന് പറയുമ്പോഴേക്കും ഇവിടെ പബ്ലിക് റിലേഷൻ കുറച്ച് സ്ട്രാറ്റജിക് ആവുന്നു. ഓർഗനൈസേഷൻ ട്രൈ ടു ബിൽഡ് എ സ്പെസിഫിക് ഐഡന്റിറ്റി ആൻഡ് ഇമേജ് ഇൻ ദ പബ്ലിക് മൈൻഡ്. ഓർഗനൈസേഷൻ ഒക്കെ എന്തിനു വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്? പബ്ലിക്കിന്റെ മൈൻഡിൽ ഒരു സ്പെഷ്യൽ ഐഡന്റിറ്റി ഉണ്ടാക്കിയെടുക്കുക, അങ്ങനെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യിപ്പിക്കാനാണ് ഇവിടെയൊക്കെ ഓർഗനൈസേഷൻസ് ട്രൈ ചെയ്യുന്നത്. ഫോക്കസ് ഓൺ ബ്രാൻഡിങ് ആൻഡ് റെപ്യൂട്ടേഷൻ മാനേജ്മെന്റ്. അവരുടെ ബ്രാൻഡിന്റെ ആ ഒരു റെപ്യൂട്ടേഷൻ നിലനിർത്തുക, ബ്രാൻഡിനെ നിലനിർത്തുക, അതൊക്കെയായിരിക്കും ഓർഗനൈസേഷണൽ പൊസിഷനിങ്ങിന്റെ ഉദ്ദേശം. ഇതൊക്കെ നമുക്ക് ആ ഒരു ഹെഡിങ്ങിൽ നിന്ന് അതിന്റെ മീനിങ് ഒക്കെ നമുക്ക് മനസ്സിലാക്കാവുന്നതുള്ളൂ. ഈസി ആയിട്ട് ട്രിക്കി പോയിന്റ്സ് ആണത്. റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് മോഡൽ. റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് മോഡൽ എന്ന് പറയുന്നത് മോഡേൺ പബ്ലിക് റിലേഷൻ അപ്രോച്ച് ആണ്. ഇതിന്റെ ഒരു ഗോൾ എന്ന് പറയുന്നത് ബിൽഡ് ലോങ് ടൈം റിലേഷൻഷിപ്പ് വിത്ത് സ്റ്റേക്ക് ഹോൾഡേഴ്സ്. ആ കമ്പനിയുമായിട്ട് പലവിധ കാര്യങ്ങളാൽ ഏർപ്പെട്ടിട്ടുള്ളവരെല്ലാവരും തന്നെ അതിന്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആണ്. അവരുമായിട്ട് ഒരു ലോങ് ടൈം റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് മോഡലിന്റെ ഉദ്ദേശം. ഇത് എന്തിനാണ് എംഫസൈസ് ചെയ്യുന്നത്? ടു വേ കമ്മ്യൂണിക്കേഷൻ ആൻഡ് മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്. അതാണ് ഒരു റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ വൺ വേ കമ്മ്യൂണിക്കേഷനിലൂടെ പറ്റില്ല. അപ്പോൾ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് വേണം. ടു വേ കമ്മ്യൂണിക്കേഷൻ ആണ്. പ്രസ് അജൻഡറി മോഡൽ, പബ്ലിസിറ്റി മോഡൽ, ഇൻഫോർമേഷൻ, പബ്ലിക് ഇൻഫോർമേഷൻ മോഡൽ, പൊസിഷനിങ്, ദെൻ റിലേഷൻഷിപ്പ്. ഓർഗനൈസേഷണൽ പൊസിഷനിങ്, ദെൻ റിലേഷൻഷിപ്പ്. അങ്ങനെയാണ് ഇതിന്റെ ആ ഒരു ഓർഡർ വരുന്നത്. Next one, question number 123. According to Melcott and Steves, the central element in the concept of development communication for empowerment and social justice. എംപവർമെന്റ് ആൻഡ് സോഷ്യൽ ജസ്റ്റിസ് എന്നുള്ള ആ ഒരു കോൺസെപ്റ്റിന്റെ ബേസിലേക്ക് ഡെവലപ്മെന്റ് കമ്മ്യൂണിക്കേഷനിൽ വരുന്ന ഒന്നാണ്. എന്തെങ്കിലും ഒരു കാര്യത്തെ കുറിച്ചിട്ട് അവരെ ശാക്തീകരിക്കുക. അതിപ്പോ അഗ്രികൾച്ചറിന്റെ ബേസ്ഡ് ആയിട്ടാണെങ്കിൽ ഫാമേഴ്സിനെ എംപവർ ചെയ്യാം. വിമൺ ഓറിയന്റഡ് കാര്യത്തിലോ അല്ലെങ്കിൽ ഫാമിലി പ്ലാനിങ്ങിന്റെ കാര്യത്തിലൊക്കെ ആണെങ്കിൽ വുമണിനെ എംപവർ ചെയ്യുക. ദെൻ കസ്റ്റമേഴ്സിനും എല്ലാ കൺസ്യൂമേഴ്സിനും സോഷ്യൽ ജസ്റ്റിസ്, എവരി സിറ്റിസണിന് സോഷ്യൽ ജസ്റ്റിസ് പ്രൊവൈഡ് ചെയ്യുക. ഇങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഡെവലപ്മെന്റ് കമ്മ്യൂണിക്കേഷനിലെ ഈ എംപവർമെന്റ് ആൻഡ് സോഷ്യൽ ജസ്റ്റിസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിന്റെ സെൻട്രൽ എലമെന്റ് എന്താണെന്നാണ് അക്കോർഡിംഗ് ടു മെൽക്കോട്ട് ആൻഡ് സ്റ്റീവ്സ് പറഞ്ഞിട്ടുള്ളത്. ഡയറക്റ്റഡ് സോഷ്യൽ ചേഞ്ച്, കമ്മ്യൂണിറ്റീസ് റീക്ലെയിമിംഗ് ഏജൻസീസ്, മീഡിയ എഫക്റ്റ്, ടോപ്പ് ഡൗൺ അപ്രോച്ച്. ഇത് നമുക്ക് ഓപ്ഷൻ ഈസി ആയിട്ട് പറയാൻ പറ്റും. കമ്മ്യൂണിറ്റീസ് റീക്ലെയിമിംഗ് ഏജൻസീസ് ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. മെയിൻ സെൻട്രൽ എലമെന്റ് എന്ന് പറയുന്നത് കമ്മ്യൂണിറ്റീസ് ആണ്, റീക്ലെയിമിംഗ് ഏജൻസീസ്. This idea comes from the Srinivas R. Melcott and H. Leslie Steves.
ഇവരാണ് ഇങ്ങനെ ഒരു കോൺസെപ്റ്റിനെ കൊണ്ടുവന്നത്, ഈ ഒരു ഐഡിയനെ കൊണ്ടുവന്നത്, ഈ കമ്മ്യൂണിറ്റീസ് ഏജൻസീസ് എന്നൊക്കെ പറയുന്നത്. ശ്രീനിവാസ് ആർ മെൽക്കോട്ട് ആൻഡ് എച്ച് ലെസ്ലി സ്റ്റീവ്സ് ഇൻ ദയർ ബുക്ക് കമ്മ്യൂണിക്കേഷൻ ഫോർ ഡെവലപ്മെന്റ് ഇൻ ദി തേർഡ് വേൾഡ് കൺട്രീസ്. തേർഡ് വേൾഡിന് വേണ്ടിയിട്ടുള്ള ഡെവലപ്മെന്റിൽ കമ്മ്യൂണിക്കേഷന്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്നതിനെ കുറിച്ചിട്ടൊക്കെ ഈ ഒരു ബുക്കിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. Milcott and Steve argue that development communication should focus on empowerment and social justice. അവർ ഈ ബുക്കിൽ പറയുന്നത് ഡെവലപ്മെന്റ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് എപ്പോഴും എന്തിനെ ആയിരിക്കണം ഫോക്കസ് ചെയ്യേണ്ടത്? എംപവർമെന്റിനെയും സോഷ്യൽ ജസ്റ്റിസിനെയും ഒക്കെ ആയിരിക്കണം. ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് എലമെന്റ് ഈസ് പീപ്പിൾ ഗെയിനിങ് കൺട്രോൾ ഓവർ ദെയർ ഓൺ ഡെവലപ്മെന്റ് പ്രോസസ്സ്. ജനങ്ങൾക്ക് ആ ഒരു ഡെവലപ്മെന്റ് പ്രോസസ്സിൽ നേരിട്ട് അവർക്കൊരു കൺട്രോൾ കിട്ടണം. This means local communities participation in decision making. Local communities ne koodi decision making inde aa oru process like participate cheyyipikkanam. Grassroot level communication umme nammal parnillayirunnu. People control communication process. Communities regain power and agency over their lives. കമ്മ്യൂണിറ്റീസിനും കൂടി അധികാരം കിട്ടുകയാണ്. റീഗെയിൻ അവർ നേടിയെടുക്കുന്നു. റീഗെയിൻ പവർ ആൻഡ് ഏജൻസി ഓവർ ദെയർ lives. This idea is called communities reclaiming agencies. മെൽക്കോട്ട് ആൻഡ് സ്റ്റീവ്സിന്റെ കോൺസെപ്റ്റ് ആണത്. നെക്സ്റ്റ് വൺ, who developed the situational theory of public? സിറ്റുവേഷണൽ തിയറി ഓഫ് പബ്ലിക് എന്ന് പറഞ്ഞിട്ടൊരു തിയറി നമ്മൾ പഠിച്ചിട്ടില്ല. എന്ന് പറഞ്ഞാൽ ഇതിന്റെ ക്ലാസ്സിലൊന്നും ഡിസ്കസ് ചെയ്തിട്ടൊന്നുമില്ല. എങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോവാം. ആരാണ് ഈ ഒരു സിറ്റുവേഷണൽ തിയറി ഓഫ് പബ്ലിക് ഡെവലപ്പ് ചെയ്തത്? എഡ്വേർഡ് എൽ ബെർനൈസ്, ഐ വി ലെഡ്ബെറ്റർലി, സ്കോട്ട് എം കട്ട്ലിഫ്, ജെയിംസ് ഇ ഗ്രൂനിങ്. ഈ പേരുകളൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഏതൊരു സബ്ജക്റ്റ് ആണ് ഓർമ്മ വരുന്നത്? നമ്മുടെ ഏതൊരു സബ്ജക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ആളുകളാണ് ഇവരൊക്കെ? എഡ്വേർഡ് എൽ ബെർനൈസ്, ഐ വി, സ്കോട്ട് എം കട്ട്ലിപ്പ്, ജെയിംസ് ഇ ഗ്രൂനിങ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പേരുകളൊക്കെ ഫെമിലിയർ ആയിട്ടുള്ള പേരുകളാണ്. ഇതെല്ലാം പബ്ലിക് റിലേഷനുമായിട്ട് റിലേറ്റ് ചെയ്തു വരുന്നതാണ്. ഇനി അതില് ഈ ഒരു സിറ്റുവേഷണൽ തിയറി ഓഫ് പബ്ലിക് എന്ന് പറയുന്നത് ജെയിംസ് ഇ ഗ്രൂനിങ്ങിന്റെ കോൺസെപ്റ്റ് ആണ്, അല്ലെങ്കിൽ ആ ഒരു തിയറി ഇങ്ങനെ ഡെവലപ്പ് ചെയ്തത് ജെയിംസ് ഇ ഗ്രൂനിങ് ആണ്. ഇതിൽ എന്താണ് പറയുന്നതെന്ന് നോക്കാം. സിറ്റുവേഷണൽ തിയറി ഓഫ് പബ്ലിക് വാസ് ഡെവലപ്ഡ് ബൈ ജെയിംസ് ഇ ഗ്രൂനിങ് ടു എക്സ്പ്ലെയിൻ ഹൗ ആൻഡ് വൈ പീപ്പിൾ ബിക്കം ആക്റ്റീവ് അബൌട്ട് ആൻ ഇഷ്യൂ. ഒരു സംഭവം നടക്കുമ്പോൾ, ഒരു ഇഷ്യൂവിൽ ജനങ്ങൾ എങ്ങനെയാണ് ഇടപെടേണ്ടത്, എങ്ങനെ ആക്റ്റീവ് ആകണം, എന്തുകൊണ്ട് ആക്റ്റീവ് ആകണം എന്നുള്ള കാര്യമാണ് ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ദ തിയറി സേസ് ദാറ്റ് നോട്ട് ഓൾ പീപ്പിൾ, ഇതിൽ എന്താണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? ഹൗ ആൻഡ് വൈ പീപ്പിൾ ബിക്കം ആക്റ്റീവ് അബൌട്ട് ആൻ ഇഷ്യൂ. ദ തിയറി സേസ് ദാറ്റ് നോട്ട് ഓൾ പീപ്പിൾ റെസ്പോണ്ട് ടു എ പ്രോബ്ലം ഇൻ ദ സെയിം വേ. എല്ലാവരും ഒരേപോലെ ആ ഒരു പ്രോബ്ലത്തിനോട് റെസ്പോണ്ട് ചെയ്യണം എന്നല്ല ഈ തിയറി പറയുന്നത്. ഡിപ്പെൻഡിങ് ഓൺ ദ സിറ്റുവേഷൻ പീപ്പിൾ മേ ബിക്കം ആക്റ്റീവ് ഓർ പാസീവ് പബ്ലിക്. ഓരോ സിറ്റുവേഷനെയും ബേസ് ചെയ്തുകൊണ്ട് ജനങ്ങൾ ചിലര് ആക്റ്റീവ് ആകാൻ, ചിലര് പാസീവ് പബ്ലിക് ആയിരിക്കാം. ഗ്രൂയിങ് ഐഡന്റിഫൈഡ് 3 മെയിൻ വേരിയബിൾസ്. 3 തരത്തിലുള്ള വേരിയബിൾസിനെ കുറിച്ച് പറയുന്നുണ്ട്. പ്രോബ്ലം റെക്കഗ്നീഷൻ. ഫസ്റ്റ് നമ്മളിപ്പോ എങ്ങനെയാണ്, ഇപ്പോ വാർ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ വാർ നടക്കുമ്പോൾ, ഇറാൻ അമേരിക്കൻ വാർ നടക്കുമ്പോൾ എന്താണ് സംഭവം എന്നുള്ളത് എല്ലാ ജനങ്ങളും അറിഞ്ഞിരിക്കണം. പിന്നെ അവരെങ്ങനെയാണ് അതിനോട് ആക്റ്റീവ് ആകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ആവണം, എന്തുകൊണ്ടാവണം. നമ്മളുടെ നാടുമായിട്ട്, ഇന്ത്യയുമായിട്ടൊക്കെ ഇന്ത്യയുടെയൊക്കെ അടുത്ത് കിടക്കുന്ന കൺട്രീസ് ആണ്. അപ്പൊ അവർ എന്തുകൊണ്ട് യുദ്ധത്തിൽ ഏർപ്പെടുന്നു എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ആ ഒരു വാറിന്റെ കോൺസിക്വൻസസ് ആയിട്ട് എന്തെല്ലാം സംഭവിക്കും, അത് നമ്മളെ അഫക്റ്റ് ചെയ്യുമോ, അല്ലെങ്കിൽ ഏതെല്ലാം തരത്തിലാണ് അഫക്റ്റ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ അതിനെപ്പറ്റി കോൺഷ്യസ് ആയിരിക്കണം. പിന്നെ എല്ലാ ജനങ്ങളും ഒരേപോലെ ഇതിനെ റെസ്പോണ്ട് ചെയ്യണമെന്നും പറയുന്നില്ല, ഈ തിയറിയിൽ പറയുന്നില്ല. കാരണം ഡിപ്പെൻഡിങ് ഓൺ സിറ്റുവേഷൻ അനുസരിച്ച്
ചിലരൊക്കെ ആക്റ്റീവായിട്ട് ചിലപ്പോൾ ചർച്ചകളിലും അല്ലെങ്കിൽ ഇതിനെതിരെ പ്രസംഗങ്ങൾ നടത്തിയോ അല്ലെങ്കിൽ മീഡിയയിൽ ഇരുന്ന് ഡിസ്കസ് ചെയ്തിട്ടോ അങ്ങനെ പലതരത്തിലും ആളുകൾ ആക്റ്റീവ് ആകുന്നു. ചിലർ പാസീവ് പബ്ലിക് ആയിരിക്കും. പാസീവ് പബ്ലിക് എന്ന് പറയുമ്പോൾ അവർക്ക് ഇതിനെപ്പറ്റി വളരെ കോൺഷ്യസ് ആയിരിക്കും, പക്ഷെ അവരങ്ങനെ എന്താ പറയുക, ഒരു സീനിൽ ഉണ്ടാവില്ല എന്നുള്ളൂ. അപ്പോൾ ഇതിൽ ഗ്രൂയിങ് ഐഡന്റിഫൈ 3 മെയിൻ വേരിയബിൾസ്. പ്രോബ്ലം റെക്കഗ്നീഷൻ, ഫസ്റ്റ് എന്താണ് ഈ ലോകത്ത് നടക്കുന്ന പ്രശ്നം എന്നുള്ള കാര്യം റെക്കഗ്നൈസ് ചെയ്യുക. പീപ്പിൾ റിയലൈസ് ദാറ്റ് എ പ്രോബ്ലം എക്സിസ്റ്റ്. ഇപ്പോൾ നമുക്കൊരു പ്രോബ്ലം ഉണ്ട്, നമുക്ക് ഫ്യൂവലിൻ്റെ കാര്യത്തിലായാലും ഗ്യാസിൻ്റെ കാര്യത്തിലായാലും അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങളിലേക്ക് ആളുകളെ ഇത് വല്ലാതെ അഫക്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പ്രോബ്ലം, നിലനിൽക്കുന്ന പ്രോബ്ലം എന്താണ് എന്നുള്ളത് ജനങ്ങൾ റിയലൈസ് ചെയ്യണം. കൺസ്ട്രെയിൻഡ് റെക്കഗ്നീഷൻ, അതിന് നമ്മൾ അംഗീകരിക്കണം ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത്. പീപ്പിൾ ഫീൽ ദർ ആർ ഒബ്സ്റ്റക്കിൾസ് പ്രിവെന്റിങ് ദം ഫ്രം ആക്ടിങ്. അപ്പൊ ആളുകൾക്ക് ഇതിനെ ചില എന്തൊക്കെയാണ് ഇതിൽ ഉള്ള ഒബ്സ്റ്റക്കിൾസ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെതിരെ പ്രിവെന്റ് ചെയ്യാനൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ബേസ്ഡ് ഓൺ ദീസ് ഫാക്ടേഴ്സ് പബ്ലിക് ആർ ക്ലാസിഫൈഡ് ഇൻ ടു. ഇതിന്റെ ബേസിൽ ഇപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ എങ്ങനെയാണ് ബിഹേവ് ചെയ്യേണ്ടത്, എന്തുകൊണ്ട് ബിഹേവ് ചെയ്യണം എന്നുള്ളതൊക്കെ ഈ തിയറിയിൽ പറയുന്നുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ പീപ്പിൾ എന്നുള്ള ഉദ്ദേശിക്കുന്നത് പബ്ലിക്കാണ്. അപ്പോൾ ആ പബ്ലിക്കിനെ തന്നെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. നോൺ പബ്ലിക്, ലേറ്റന്റ് പബ്ലിക്, അവെയർ പബ്ലിക്, ആക്റ്റീവ് പബ്ലിക്. നമ്മൾ മറ്റേ ഇത് പഠിച്ചില്ലേ, ലെഗാർഡ്സ്, എയർലി അഡോപ്റ്റേഴ്സ്, ഇന്നൊവേഷൻ, ഡിഫ്യൂഷൻ ഓഫ് ഇന്നൊവേഷൻ തിയറി പഠിച്ചപ്പോൾ നമ്മൾ 4 ടൈപ്പിലെ ആളുകൾ, ആദ്യം ഉൾക്കൊള്ളുന്നവര്, പിന്നെ കൂടുതൽ ആക്റ്റീവായിട്ട് ആ ഒരു സംഭവത്തിനെ അഫോർഡ് ചെയ്യാൻ തയ്യാറായിട്ടുള്ളത്, ലെഗാർഡ്സ്, ഏറ്റവും ലേറ്റ് ആയിട്ട് ഒരു പുതിയൊരു ടെക്നോളജി എന്തെങ്കിലും ഒരു ഐഡിയ ഒക്കെ വരുമ്പോൾ അതിനെ ലേറ്റ് ആയിട്ട് മാത്രം അഡോപ്റ്റ് ചെയ്യുന്നവർ, അങ്ങനെയൊക്കെയുള്ള ഒരു സ്റ്റേജ് പഠിച്ചു. അതുപോലെ തന്നെയാണ് ഇവിടെയും പബ്ലിക്കിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. നോൺ പബ്ലിക് മീൻസ് നോട്ട് അഫക്റ്റഡ് ബൈ ദ ഇഷ്യൂ. ലോകത്ത് എന്ത് നടന്നാലും ഞങ്ങൾക്ക് അതൊന്നും അറിയേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സെക്ഷൻ ഓഫ് പബ്ലിക്, അതാണ് നോൺ പബ്ലിക്. ലേറ്റന്റ് പബ്ലിക്, അവര് ഇപ്പൊ ഇങ്ങനെ അഫക്റ്റഡ് ബട്ട് നോട്ട് അവെയർ. എന്തൊക്കെയോ നടക്കുന്നുണ്ട് എന്നറിയാം, മീഡിയ ആയാലും പത്രങ്ങളായാലും യുദ്ധം അല്ലെങ്കിൽ വാർ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് എന്ന് അറിയാം, അല്ലാണ്ട് എന്താണ് സംഭവം, എന്തിനു വേണ്ടിയിട്ടാണ് ഇത് നടക്കുന്നത്, ഏത് രാജ്യങ്ങളൊക്കെ തമ്മിലാണ്, അങ്ങനെയൊന്നും അറിയില്ല. എന്തൊക്കെയോ നടക്കുന്നു. അവെയർ പബ്ലിക്, അവെയർ ഓഫ് ദ പ്രോബ്ലം, ആളുകൾ ഇതിനെപ്പറ്റി ബോധവാന്മാരായിട്ടുള്ളവര്. ആക്റ്റീവ് പബ്ലിക്, ആക്റ്റീവ്ലി ട്രൈയിങ് ടു സോൾവ് ദ പ്രോബ്ലം. ഇവിടെ ഞാനിപ്പോ വാറിന്റെ എക്സാമ്പിൾ പറഞ്ഞു എന്നുള്ളൂ. ഇവിടെ പബ്ലിക്കിന് നമുക്ക് ഇതിലേക്ക് ഇടപെട്ടിട്ട് ഇതിനെ സോൾവ് ചെയ്യാനൊന്നും പറ്റൂല. വേറെ ഏതെങ്കിലും ചെറിയ സിമ്പിൾ ആയിട്ടുള്ള എന്തെങ്കിലും എക്സാമ്പിൾ ഒക്കെ എടുത്തിട്ട് നിങ്ങൾക്ക് ഇതിനെ വെച്ചിട്ട് ചിന്തിച്ചു നോക്കാം. ഞാനിവിടെ ഇപ്പോൾ റീസെന്റ് ആയിട്ടുള്ള ഒരു കറന്റ് അഫയേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്തൊരു കാര്യം പറഞ്ഞു എന്നേ ഉള്ളൂ. ആക്റ്റീവ് പബ്ലിക് എന്ന് പറയുമ്പോൾ ആക്റ്റീവ്ലി ട്രൈയിങ് ടു സോൾവ് ദ പ്രോബ്ലം. ഈ ഒരു പ്രോബ്ലം ഒന്നുകിൽ നമ്മളെ കൊണ്ട് പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ കൂടിയും നമ്മളുടെ ഗവൺമെന്റും അല്ലെങ്കിൽ നമ്മളുടേതായിട്ടുള്ള ഡിപ്ലോമാറ്റ്സും എങ്ങനെയാണ് ഈ ഒരു ഇഷ്യൂവിലേക്ക് ഇടപെടുന്നുണ്ടോ, അവരാൽ കഴിയുന്ന എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ഈ പ്രശ്നത്തിനെ സോൾവ് ചെയ്യിക്കാനായിട്ട് ഒരു അന്താരാഷ്ട്ര തലത്തിലേക്ക് ശ്രമിക്കുന്നുണ്ടോ എന്നതൊക്കെ നമ്മളിങ്ങനെ എപ്പോഴും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കും മീഡിയയിലൂടെ. അപ്പൊ നമ്മളൊക്കെ ആക്റ്റീവ് പബ്ലിക്കാണ്, നമുക്കിപ്പോൾ സോൾവ് ചെയ്യാനൊന്നും പറ്റില്ല, എന്നാൽ പോലും നമ്മളൊരു കോൺഷ്യസ് ആണ്. സിറ്റുവേഷണൽ തിയറി ഓഫ് പബ്ലിക്, ജെയിംസ് സി ഗ്രൂയിങ് ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പറഞ്ഞു വെച്ചിട്ടുള്ളത്. യൂസ്ഡ് ഇൻ പബ്ലിക് റിലേഷൻസ് ആൻഡ് സ്ട്രാറ്റജിക് കമ്മ്യൂണിക്കേഷൻ, എക്സ്പ്ലെയിൻസ് ഹൗ പബ്ലിക് ഫോം ആൻഡ് റെസ്പോണ്ട് ടു ഇഷ്യൂസ്. അപ്പോൾ ഈ സിറ്റുവേഷണൽ തിയറി ഓഫ് പബ്ലിക് എന്ന് പറയുന്ന ഈ ഒരു തിയറിയിൽ ജെയിംസ് സി ഗ്രൂയിങ് എന്തൊക്കെയാണ് പറയുന്നത്? ഹൗ പബ്ലിക് ഫോം ആൻഡ് റെസ്പോണ്ട് ടു ഇഷ്യൂസ്. Question number 125. A variable that create a possible but incorrect explanation of result is called. ഇതിലിപ്പോൾ നമ്മൾ ഒരു റിസർച്ച് നടത്തുമ്പോൾ ആ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്നത് മിക്കവാറും ഇൻകറക്റ്റ് എക്സ്പ്ലനേഷൻ ആയിരിക്കും. ആ വേരിയബിളിൽ നിന്നും നമുക്ക് പോസിബിലിറ്റി കൂടുതൽ എന്തിനായിരിക്കും? ക്രിയേറ്റ് എ പോസിബിൾ ബട്ട് ഇൻകറക്റ്റ്. അത് ആ ഒരു വേരിയബിൾ പോസിബിൾ ആകും, പക്ഷെ
ബട്ട് ഇൻകറക്റ്റ് എക്സ്പ്ലനേഷൻ ആയിരിക്കും അതിൻ്റെ ഒരു റിസൾട്ട്. അത്തരത്തിലുള്ള വേരിയബിളിനെ എന്ത് വിളിക്കുന്നു? ഡിപ്പെൻഡന്റ് വേരിയബിൾ, ഇൻഡിപെൻഡന്റ് വേരിയബിൾ, കോൺഫൗണ്ടിങ് വേരിയബിൾ, എക്സ്ട്രേനിയസ് വേരിയബിൾ. എക്സ്ട്രാനിയസ് വേരിയബിൾ. ഇതിന്റെ ആൻസർ വരുന്നത് കൺഫൗണ്ടിങ് വേരിയബിൾ ആണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കൺഫൗണ്ടിങ് വേരിയബിൾ ഈസ് എ ഹിഡൻ ഓർ അൺകൺട്രോൾഡ് വേരിയബിൾ ആണ്. ദാറ്റ് അഫക്ട് ബോത്ത് ദ ഇൻഡിപെൻഡന്റ് ആൻഡ് ഡിപ്പെൻഡന്റ് വേരിയബിൾസ്, creating a false or misleading explanation of the result. ഈ കൺഫൗണ്ടിങ് വേരിയബിളിനെ അത് ഹിഡൻ ആയിരിക്കും, നമുക്ക് ചിലപ്പോൾ കാണാൻ പറ്റിയെന്ന് വരില്ല, അല്ലെങ്കിൽ അതിനെ അൺകൺട്രോൾഡ്, നമ്മളെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമായിരിക്കും. ഇപ്പോൾ ഒരു സൺലൈറ്റിന്റെ കാര്യം എടുത്താലോ റെയിൻ്റെ കാര്യം എടുത്താലോ ഒക്കെ അതിനൊരു വേരിയബിൾ ആക്കി എടുക്കുകയാണെങ്കിൽ അതെല്ലാം ഹിഡൻ ആണ്, അൺകൺട്രോളബിൾ ആണ്. അത് എന്തിനെ അഫക്റ്റ് ചെയ്യും? അതിനെ ആശ്രയിച്ചിരിക്കുന്ന, ഇപ്പൊ ചില ക്രോപ്സിന്റെ ഒക്കെ കാര്യമാണെങ്കിൽ ആ ക്രോപ്പ് ഇൻഡിപെൻഡന്റ് ആയാലും ഡിപ്പെൻഡന്റ് വേരിയബിൾ ആയാലും അതിനെ എല്ലാം ഇത് അഫക്റ്റ് ചെയ്യും. ക്രിയേറ്റിംഗ് എ ഫാൾസ് ഓർ മിസ്ലീഡിങ് എക്സ്പ്ലനേഷൻ ഓഫ് ദ റിസൾട്ട്. നമ്മളിപ്പോ ഒരു ക്രോപ്പ് ഒരു കൃഷി ചെയ്തു, അതിൽ നിന്ന് നല്ല റിസൾട്ട് കിട്ടും എന്നുള്ള ഹാർവെസ്റ്റിംഗ് ചെയ്യാനായിട്ട് അടുക്കുന്നേ ഉള്ളൂ, അപ്പൊ ചെയ്തിട്ടില്ല, അപ്പൊ നല്ല റിസൾട്ട് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിലിരിക്കുകയാണ്. പക്ഷെ പെട്ടെന്നായിരിക്കും നമുക്കൊരു വേനൽക്കാലത്ത് ഒരു സമ്മറിൽ ഭയങ്കരമായ മഴയും കാര്യങ്ങളൊക്കെ പെയ്തു കഴിഞ്ഞാല് അതിന് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ആ വേരിയബിൾസിനെ എല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നു. അത് തരുന്നതൊക്കെ ഒരു മിസ്ലീഡിങ് എക്സ്പ്ലനേഷനും ഫാൾസോ മിസ്ലീഡിങ് എക്സ്പ്ലനേഷൻ ഒക്കെ ആയിരിക്കും. ബിക്കോസ് ഓഫ് ദിസ് വേരിയബിൾ റിസർച്ചേഴ്സ് മൈറ്റ് തിങ്ക് ദ ഇൻഡിപെൻഡന്റ് വേരിയബിൾ കോസ്ഡ് ദ എഫക്റ്റ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരം വേരിയബിളിന്റെ കാര്യം എന്ന് പറയുമ്പോൾ റിസർച്ചേഴ്സ് എപ്പോഴും ഈ ഒരു കോസ് ആൻഡ് എഫക്റ്റിനെ പറ്റിയിട്ട് ഒരു ജാഗ്രതയുള്ളവരായിരിക്കണം. ബട്ട് ആക്ച്വലി ദ കോൺഫൗണ്ടിങ് വേരിയബിൾ ഈസ് ഇൻഫ്ലുവൻസിങ് ദി ഔട്ട്കം. ശരിക്കും ഈ കോൺഫൗണ്ടിങ് വേരിയബിൾ എന്ന് പറയുന്നത് നമ്മളുടെ ഔട്ട്കത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ മഴ പെയ്തില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ നല്ല ക്രോപ്പ് കിട്ടി, നല്ല പ്രോഫിറ്റ് കിട്ടിയായിരുന്നു. അപ്പൊ അത് നമ്മളുടെ ഔട്ട്കമ്മിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. എക്സാമ്പിൾ, സപ്പോസ് എ സ്റ്റഡി സേസ് പീപ്പിൾ ഹൂ ഡ്രിങ്ക് മോർ കോഫി സ്കോർ ഹയർ ഇൻ എക്സാം. ഇതിലിപ്പോ എന്താ പറയുന്നത്, ഈ ഒരു എക്സാമ്പിളിൽ പറയുന്നത് ആളുകൾ കൂടുതൽ കോഫി കുടിച്ചു കഴിഞ്ഞാൽ എക്സാമിന് കൂടുതൽ സ്കോർ ചെയ്യാൻ പറ്റുമെന്നാണ്, ഹയർ സ്കോർ ചെയ്യാൻ പറ്റും എന്നാണ് ഈ ഒരു എക്സാമ്പിളിൽ പറയുന്നത്. പക്ഷെ അത് ശരിയാണോ? പഠിക്കാത്ത ഒരു കാര്യമായിട്ടുള്ള മാർക്കൊന്നും ഇല്ലാത്ത ഒരാൾ, ഒരു ആവറേജ് സ്റ്റുഡന്റ് അല്ലെങ്കിൽ കഷ്ടി ജയിക്കുന്ന ഒരാള് കുറെ കോഫി കുടിച്ചിട്ട് പഠിക്കാനിരുന്ന് കഴിഞ്ഞാൽ എക്സാമിന് ജയിക്കില്ല. അത് വെറുതെ ഹിഡൻ ആയിട്ടുള്ള, വെറുതെ മനുഷ്യനെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു വേരിയബിൾ ആയിട്ടാണ് നമുക്ക് ഇതിനെ, ഈ കോഫീനെ കണക്കാക്കാനായിട്ട് പറ്റുള്ളൂ. അതേസമയം കോഫിക്ക് അതിലെ കഫീനെ എന്തിനുള്ള ഒരു കഴിവുണ്ട്? നമ്മുടെ ഉറക്കത്തിനെ തടഞ്ഞു നിർത്താനായിട്ട്, അല്ലെങ്കിൽ നമ്മളെ കുറച്ചുകൂടി നേരം ഒന്ന് എനർജിയിൽ നിർത്താനായിട്ടുള്ള ഒരു കഴിവുണ്ട്. അതുകൊണ്ടാണ് ആളുകളൊക്കെ നൈറ്റ് വർക്കിനൊക്കെ ഇരിക്കുമ്പോൾ കുറച്ച് കോഫിയൊക്കെ കുടിക്കുന്നത്. അപ്പൊ പെട്ടെന്ന് അവർക്ക് അതിനൊരു ലേസിനെസ്സോ അല്ലെങ്കിൽ ഒരു ഉറക്കം വരവോ ഒന്നും ഫീൽ ചെയ്യില്ല. അങ്ങനെയാകുമ്പോൾ കുറച്ച് അധികം നേരം വർക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ പഠിക്കുന്നവർക്കാണെങ്കിൽ കുറച്ച് അധികം നേരം പഠിക്കാനായിട്ട് പറ്റും. എന്ന് കരുതി എക്സാമിന് ഹയർ സ്കോർ ചെയ്യണമെങ്കിൽ കൂടുതൽ കോഫി കുടിച്ചതുകൊണ്ട് കാര്യമില്ല. അപ്പൊ അതൊരു കോൺഫൗണ്ടിങ് വേരിയബിൾ ആണ്. ഹിയർ ദ റിസർച്ചർ മേ തിങ്ക് കോഫി ഇംപ്രൂവ്സ് എക്സാം പെർഫോമൻസ്, ബട്ട് ദർ മേ ബി എ കോൺഫൗണ്ടിങ് വേരിയബിൾ ലൈക്ക് മോർ സ്റ്റഡി ടൈം. Students who drink coffee may also study longer, which actually improves the exam scores. So study time is the confounding variable. കുട്ടികൾ അങ്ങനെ കൂടുതൽ നേരം പഠിക്കാനായിട്ട് ഇരുന്നാലേ അതുകൊണ്ടുള്ള ഒരു റിസൾട്ട് കിട്ടുകയുള്ളൂ. അല്ലെങ്കിൽ ഈ പറയുന്ന സ്റ്റഡി ടൈം ഈസ് ദ കോൺഫൗണ്ടിങ് വേരിയബിൾ, ക്രിയേറ്റിംഗ് എ റോങ് എക്സ്പ്ലനേഷൻ ആണ് ഇത് കൊടുക്കുന്നത്. കോഫി കുടിച്ചിട്ട് പോയി കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ പറഞ്ഞ ഇതൊക്കെ റോങ് ആയിട്ട് മാറുകയല്ലേ. അപ്പൊ അങ്ങനെയും ഓരോ വശങ്ങളുണ്ട്. നമുക്ക് ഓരോരോ എക്സാമ്പിളൊക്കെ മനസ്സിലെടുത്തു കഴിഞ്ഞാൽ ഇതിന്റെയൊക്കെ ഒരു റിസൾട്ട് എങ്ങനെയായിരിക്കും, ആ പറയുന്ന കാര്യം എന്താന്ന് മനസ്സിലാവും. നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത അൺകൺട്രോളബിൾ ആയിട്ടുള്ള ഹിഡൻ ആയിട്ടുള്ള ഒരു വേരിയബിൾ ആണ് എന്ത്? കൺഫൗണ്ടിങ് വേരിയബിൾ. അപ്പൊ അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതായിരിക്കില്ല. ആ കൺഫൗണ്ടിങ് വേരിയബിൾ നമ്മുടെ ഔട്ട്കമ്മിനെ അല്ലെങ്കിൽ റിസൾട്ടിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു അല്ലെങ്കിൽ അഫക്റ്റ് ചെയ്യുന്നു. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ 10 ക്വസ്റ്റ്യൻസ് ആണ്, 10 ക്വസ്റ്റ്യൻസേ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. കാരണം കൂടുതൽ ടൈം മിക്കതും അസർഷൻ റീസൺ ടൈപ്പും പിന്നെ മാച്ച് ദ ഫോളോയിങ് ഒക്കെ ആയാലും നമുക്ക്
അല്ല MCQ ആയാൽ പോലും കൂടുതൽ എക്സ്പ്ലനേഷൻ ഒക്കെ വേണ്ടി വന്നതായിരുന്നു. കാരണം അത്രയ്ക്ക് ഞാൻ റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ആയിരുന്നില്ല. പിന്നെ റിസർച്ചിന്റെ ഫീൽഡിൽ നിന്നൊക്കെ ആയിരുന്നു ക്വസ്റ്റ്യൻ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടൊക്കെ ഉണ്ട്. സോ ഡീറ്റെയിൽ ആയിട്ട് തന്നെയാണ് 10 ക്വസ്റ്റ്യൻ നോക്കിയിട്ടുള്ളത്. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സുകളിൽ ക്ലിയർ ചെയ്ത് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻസിന്റെ ഡിസ്കഷനുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. See you next video. Thank you.